എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം 2 ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് മാളക്കുട്ടിക്ക് പരീക്ഷയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ കൊച്ചിനെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത് വീഡിയോ എടുത്തില്ല. ഉള്ളത് പറഞ്ഞാൽ അതാണ് സംഭവം. കാരണം എടുത്താൽ അവൾ സമയം കണ്ടെത്തി എഡിറ്റ് ചെയ്യും. പക്ഷേ അവൾക്ക് പരീക്ഷയാണ് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത്. അതുകൊണ്ട് നമ്മൾ അവളെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കാതെ 2 ദിവസം വീഡിയോ വേണ്ടാന്ന് വെച്ചതാണ്. അപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഇന്നലെയൊക്കെ 2 മണിയായപ്പോഴത്തേക്ക് ഒത്തിരി പേര് വിളിച്ചു. അപ്പം നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ആ സമയത്ത് വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അതുകൊണ്ട് ഞാനും മോളമ്മയും കൂടി ഇന്നൊരു നല്ല അടിപൊളി ഒരു വീഡിയോ എടുത്ത് വെക്കാം. കൊച്ചിനെ വൈകിട്ട് ഇന്നിപ്പോൾ 2 പരീക്ഷയുണ്ട്. അതും കഴിഞ്ഞ് വന്ന് അവളെ കൊണ്ട് എങ്ങനെയേലുമൊക്കെ എഡിറ്റ് ചെയ്ത് നാളെ ഒരു വീഡിയോ ഇടണം. അതുകൊണ്ട് നല്ലൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെ അധികം ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് സ്ഥിരമായിട്ട് പറഞ്ഞാലൊരു മോളമേ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ തുടങ്ങി സ്ഥിരമായിട്ട് കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതാണ്. കുക്കിംഗ് വീഡിയോ അല്ല, കുക്കിംഗ് ചെയ്യുന്നതാണ്. ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇത് നമുക്ക് വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എളുപ്പമാണെന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല. ശകലം പണിയൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. എന്തായാലും ഞാനും മോളമ്മയും കൂടി ഇന്ന് അതങ്ങ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കുകയും ചെയ്യാം. ഉച്ചക്കത്തേനുള്ള കറിയും ആവും അല്ലേ? നമ്മുടെ വീഡിയോയിലേക്ക് നേരെ. അപ്പം മോളമ്മ ഒരു അടിപൊളി ചുരിദാറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഈ ചുരിദാറിനൊരു കഥയുണ്ട് കേട്ടോ. കഥയെന്ന് പറഞ്ഞാൽ നമ്മൾ ദുബായിക്ക് പോയപ്പോൾ നമ്മുടെ ഒരു മോള് നമ്മളെ കാണാനായിട്ട് പൊന്നൂൻ്റെ ഫ്ലാറ്റിൽ വന്നപ്പം മോളമ്മയ്ക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റാണിത്. എനിക്കും അന്ന് ഒരു വിലയേറിയ ഒരു ഗിഫ്റ്റ് തന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്കത് മറക്കാനേ ഒക്കത്തില്ല. അതുപോലെ നമുക്ക് കുറേ നമ്മൾ അന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത പഴങ്ങൾ, ഞാൻ കണ്ടിട്ടില്ലാത്ത കുറേ പഴങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാമായിട്ട് നമ്മളെ കാണാൻ അവർ താമസിക്കുന്നത് അവിടുന്ന് കുറേ 10-60 കിലോമീറ്റർ ദൂരെ എങ്ങാണ്ടാണ്. ആ സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി. നമ്മൾ പോയി അവിടെ. എന്തായാലും അവിടുന്ന് വണ്ടി ഓടിച്ച് ട്രാഫിക്ക് ബ്ലോക്കായി 2-3 മണിക്കൂർ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന മോളമ്മയ്ക്കും എനിക്കും ഓരോ ഗിഫ്റ്റൊക്കെ തന്നിട്ട് പോയി. ജീവിതത്തിൽ നമുക്ക് മറക്കാനൊക്കെ ഇല്ല. അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയി കേട്ടോ. നമ്മുടെ ഒരുപാട് പേര് വിളിച്ചുകൊണ്ട് പോയി. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ 1-2 പേരുടെ വീഡിയോ നമ്മൾ ചെയ്യുകയും ചെയ്തു. 1-2 പേരെ നമ്മൾ ചെയ്തുമില്ല. കാരണം അവർക്ക് താല്പര്യം വീഡിയോയ്ക്കകത്തേ. അപ്പം നമ്മൾ ദുബായി പോയി കഴിഞ്ഞ് നമുക്ക് അവിടെ ആളുണ്ട് നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ നോക്കാനും നമുക്ക് ആഹാരം മേടിച്ച് തരാനും നമ്മളെ കെയർ ചെയ്യാനും പൊന്നുമല്ലാതെ വേറെ ആളുണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്കന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലേ? ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു അത് കേട്ടോ. ഈ 2 മാസം നമ്മള് പൊന്നിൻ്റെ അടുത്ത് പോയപ്പം എന്നാ പറയണ്ടെന്ന് അറിയത്തില്ല. അത്ര സന്തോഷം, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു അവിടെ സംഭവിച്ചത് മൊത്തം. ഒത്തിരി പേര് കാണാൻ വരികയും നമ്മളെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കൊണ്ടുപോയി കാണിക്കുകയും, നമ്മളൊരു മീനൊക്കെ കാണാൻ പോയത് ഓർക്കുന്നുണ്ടോ? അർച്ചനക്കുട്ടി നമ്മളെ കൊണ്ടുപോയത്. അതൊക്കെ നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ചുരിദാർ തന്ന മോളുടെ പേര് ഞാൻ പറയുന്നില്ല. പേര് പറയണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പേര് പറയുന്നില്ല. ഇനിയാണെങ്കിൽ നമ്മൾ എന്തായാലും ദുബായിക്ക് പൊന്നിന്റെ അടുത്ത് വരുമ്പം ഇനിയും നമ്മൾ അവരുടെ വീട്ടിൽ പോകുന്നതായിരിക്കും. പിന്നല്ലേ, എല്ലാവരെയും ഒന്ന് കാണണമെന്ന് നമ്മുടെ മനസ്സിലാഗ്രഹമുണ്ട്. പിന്നെ ശ്രീകുട്ടൻ്റെ പഴയ ഫോണിലായിരുന്നു കോണ്ടാക്ട് ബന്ധങ്ങളെല്ലാം കിടന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയോ എന്ന് എനിക്ക് സംശയമുണ്ടോ? ഫോൺ നമ്പരേ എൻ്റെ ആ ഫോൺ നമ്പറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ നമ്മുടെ ഇത് കാണും എന്ന് വിശ്വസിക്കുന്നു. മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നേ, എന്നാണ് വിശേഷം എന്നൊക്കെ ചോദിച്ച് മെസ്സേജൊക്കെ അയക്കുന്നു. കുറച്ച് ദിവസമായിട്ട് മെസ്സേജ് കൊടുത്തിട്ട് ഒരു റിപ്ലൈയും ഇല്ല. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കയ്യിലുണ്ടെങ്കിൽ വിളിക്കണം, സംസാരിക്കണം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. എനിക്ക് നേരിട്ട് കാണാനൊക്കെ താല്പര്യമുണ്ട്. അതുപോലെ നമ്മളെ അവിടെ വെച്ച് കണ്ടവരെല്ലാം ഇടയ്ക്കൊക്കെ വിളിക്കുക സമയമുണ്ടെങ്കിൽ. പിന്നെ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ചുരിദാറ്. ഒരുപാട് കളറാണ്, നല്ല രസമുണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഞാനെന്നാ ഇത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാന്നൊക്കെ പറഞ്ഞേ ഇരിക്കുമായിരുന്നു. അപ്പം മോളമ്മ ഇത് കൊണ്ട് വെച്ചിട്ട് ഇത് നല്ലൊരു ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാത്ത് സൂക്ഷിച്ച് പൊന്നുകാത്ത നിധി പോലെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കിത് ഇന്ന് ഒന്ന് ഇട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അതെ. അപ്പം നമുക്ക് നല്ല ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് നേരെയൊക്കെ പോകാം അല്ലേ?
കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ മുടിയൊന്നും കെട്ടാത്തത്. എല്ലാവർക്കും നല്ല ചുരിദാറൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ വട്ടം കെട്ടിയിട്ട് അത് തന്നെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഒരുങ്ങാതൊക്കെ നിൽക്കുന്നതെന്ന് തന്നെ ഓർക്കും. കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ഒരുങ്ങരുത് തന്നുണ്ടല്ലേ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. മുടിയൊക്കെ അഴിച്ചിട്ടുണ്ട്, അടുക്കളയിലോട്ട് കയറണ്ടല്ലോ എന്ന് ഓർത്തോട്ടാ മുടിയൊക്കെ വട്ടം കെട്ടി വെച്ചത്. സമയം ഏതാണ്ട് 12:30 അടുത്തിട്ടുണ്ട്. ഇത് ലേശം സമയം എടുക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോയാണ്. ഇതെല്ലാം റെഡി ആക്കിയിട്ട് വേണം ഉച്ചക്കത്തെ ആഹാരം കഴിക്കാൻ. 3 മണിക്ക് 3 മണിക്ക് ഇന്ന് ആഹാരം കഴിക്കുവോ? അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്പീഡപ്പ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇതാ ഒരു 300 ഗ്രാം കൂർക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആട്ടോ. വീഡിയോ അല്ല, നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്നത്. പിന്നെ നമ്മുടെ ഇടിയിറച്ചിയല്ല, ഇടിയിറച്ചി എന്ന് പറഞ്ഞാൽ എല്ലാം ഇടിച്ചു കൂട്ടി തയ്യാർ ചെയ്തെടുക്കുന്നതിനെ ഇടിയിറച്ചി പറയുന്നത്. ഇതിപ്പോ ഉണക്കയിറച്ചി. ഇതാണ് നമ്മളിപ്പോ ഓരോരുത്തർ ചോദിക്കുന്നവർക്ക് ആവശ്യപ്പെടുന്നവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഉണക്കക്കപ്പ പോലെ തന്നെ ഈ സാധനം ഇഷ്ടംപോലെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഉണങ്ങി നല്ല പ്ലാസ്റ്റിക് കവറിനകത്താക്കി തണുപ്പടിക്കാതെ നല്ല ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് 2 കൊല്ലം ഇരുന്നാലും അവിടെ ഇരുന്നോളൂ. അപ്പൊ ഇത് ആവശ്യമുള്ളവരും വിളിക്കണം. വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പൊ ഇതൊരു 250 ഗ്രാം അതെടുത്തിട്ടുണ്ട്. ഓണം 2 തേങ്ങയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പിലയുണ്ട്. കറിവേപ്പില നമ്മുടെ പറമ്പിൽ തന്നെയാട്ടോ. നമുക്ക് ആയി വരും, ഇഷ്ടംപോലെ ആയി വരുന്നുണ്ട്. നമ്മൾ ഇടക്കാലത്ത് താമസം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കറിവേപ്പില ഇതിലേ പോയെന്ന് പോലും വേണ്ടില്ല. അപ്പം പിന്നെ ഒരു സവോളയുണ്ട്, പിന്നെ 2-3 ചുവന്നുള്ളി, ഒരു തക്കാളിപ്പഴം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഇതിന്റെ മസാല ഐറ്റങ്ങൾ വരാറുണ്ട്. അത് നമ്മളവിടെ കുക്ക് ചെയ്യുമ്പോൾ അതെല്ലാം കാണിക്കാം. അപ്പൊ അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിരിക്കും. നിങ്ങൾ എല്ലാവരും കാണണം, നമ്മളോടൊപ്പം ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യണം. അതെ, നമുക്ക് എല്ലാവരും കൂടെ പോയി കുക്ക് ചെയ്യാം കേട്ടോ. എല്ലാവരും വായോ. മോളമ്മ അതിന്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ആദ്യമായിട്ട് എന്നാ ചെയ്യാൻ പോകുന്നേ? ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇറച്ചി ഒന്ന് കുതിരാൻ വേണ്ടി ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ഇടണം. അന്നേരം നല്ലോണം അത് കുതിർന്നു വരും. ഓക്കെ, അങ്ങനെ ഒഴിച്ച് ശകലം ഇടുക അല്ലേ? എത്ര മിനിറ്റ് ഇടണം? ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഇടുവാണെങ്കിൽ ഇത് നല്ലോണം കുതിർന്നു വരും. തിളച്ചോടെ ഒഴിക്കുന്നത് പെട്ടെന്ന് കുതിരാൻ വേണ്ടിയാണ്. അതെ അതെ. നമ്മൾ ആ ഇടിയിറച്ചി അല്ലാതെ നമ്മൾ വറക്കുന്നതൊക്കെ നമ്മൾ ഇതുപോലെ വെള്ളത്തിലിടുന്നില്ല കേട്ടോ. നമ്മളത് ഒന്നെങ്കിൽ ചുട്ടിട്ട് അല്ലെങ്കിൽ വറുത്തിട്ടൊക്കെയാണ് ഇടിച്ചെടുക്കുന്നത്. ഇതെന്നാന്ന് വെച്ചാൽ വെള്ളമയം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അത് താമസം വരും. നമുക്കത് ഇടിച്ച് റെഡിയാക്കി എടുക്കാനൊക്കെ എളുപ്പമാണ്. മയമാവും. അപ്പം നമുക്ക് അവൻ കുതിർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കൂർക്കയൊക്കെ എല്ലാം റെഡിയാകും. ചൂടുവെള്ളത്തിലിട്ട ഉണക്കയിറച്ചി ഞാനൊന്ന് കുതിർത്തിട്ട് അരകല വെച്ച് ചതച്ചെടുക്കും. ചെറുതായിട്ടൊക്കെ ചതച്ചാൽ മതി. ഇപ്പൊ വലിയ കട്ടിപ്പണിയൊന്നുമില്ല. ഓരോ ഇടിച്ചാൽ മതി. കാരണം ഇത് വെള്ളത്തിൽ കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഇങ്ങനെ ചതച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തേ. വലിയ കട്ടിപ്പണിയൊന്നുമില്ല. ചതച്ചില്ലെങ്കിൽ കണ്ടിക്കാൻ ഭയങ്കര പാടാ കേട്ടോ. നല്ലോണം ഉണങ്ങിയിരിക്കുന്നുണ്ടേ. ഈ രീതിയിൽ ഇത് കട്ട് ചെയ്യുക. ഇതുപോലെ കിട്ടും കേട്ടോ. ഇങ്ങനെയും വേണം ഇടാം. അത് വലിയ കഷ്ണമായിട്ട് കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ കഷ്ണമായിട്ട് മുറിച്ചെടുക്കുന്നത്. ചിരണ്ടി കഴുകി കഷ്ണങ്ങളാക്കി ഇച്ചിരി ഉപ്പുപൊടി, ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുത്തു. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. തീർത്ത് ചെറുതായിട്ടല്ല കണ്ടിച്ചേക്കുന്നത് അല്ലേ? ഇത്രയും മുഴുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇനി അടുപ്പേ വെച്ചൊരു 2 എത്ര വിസിലടിക്കണം? 2 വിസിൽ മതി. അല്ലെങ്കിൽ ഒത്തിരി വെന്ത് പോകും. 2 വിസിലിനോട്ട് വേവിച്ചെടുത്ത് അതെ. ബാക്കി കാര്യങ്ങളോട് ചെയ്യാം. ഓക്കെ. അതിന് ചേരുവകളൊക്കെ എടുക്കുന്നുണ്ട്. ഇതെന്തോടു? 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തേ. 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തു. നമ്മുടെ ഗരം മസാല ഇല്ലേ, നമ്മൾ പഠിച്ച നമ്മുടെ സ്വന്തം ഗരം മസാല, അതൊരു 1/2 സ്പൂൺ വെച്ച് മതി. പിന്നെ മുളക് പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടാൽ മതി. എന്നാന്ന് ചോദിച്ചാൽ പച്ചമുളക് ഇടുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് കുരുമുളക് പൊടി തൂക്കി കൊടുക്കും. അതുകൊണ്ട് ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല. ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ചേരുവകൾ. ഇതെല്ലാം വെന്തിട്ട് എല്ലാം വഴറ്റിയിട്ട് മൂപ്പിച്ചൊക്കെ ചേർക്കാം. കൂർക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇന്നെങ്ങാനും എല്ലാ പരിപാടിയും നടക്കുവോടൂ? പിന്നെ ഒരു 1/2 മണിക്കൂർ കൂടെ താമസം. ആണോ? എന്തായാലും ശകലം സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ കൂർക്ക വന്നെങ്കിൽ കാണിച്ചേ. കൂർക്ക നല്ല ഫസ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഈ പാത്രത്തിലോട്ട് കുടഞ്ഞ് മാറ്റുവാണ്. മാറ്റി എന്നിട്ട്
അതവിടെ ഇരിക്കട്ടെ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാല് നമ്മുടെ അരിഞ്ഞ ഇറച്ചി ഉണ്ടല്ലോ. കണ്ടോ, അതാ പിന്നെ നമ്മൾ കുതിർത്ത് ഇടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് പൊലിച്ച് ഇപ്പം തന്നെ. ഇനിയിപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ ഇനിയും അത് പൊലിക്കും. കാരണം ഒരു ഏറെക്കുറെ 1 കിലോ പച്ചയിറച്ചിയുടെ സാധനമാണ് അത്. 1 കിലോ 250 ഗ്രാം എന്ന് പറയുമ്പോൾ ഈ കുക്കറിലോട്ട് തന്നെ നമ്മളത് ഇട്ട് കൊടുക്കും. നമ്മൾ ഇവനെ ഇട്ട് ഒരു 2 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുകയാണ്. അന്നേരം മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയും ഒന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. എന്നാന്ന് ചോദിച്ചാൽ മഞ്ഞളും ഉപ്പും ഒക്കെ അതിനകത്ത് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഇത് വേകാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. രണ്ട് വിസിലെടുത്ത് ഇവനും കൂടെ ഒന്ന് വേകട്ടെ. ഇടിയിറച്ചിയും അല്ല ഉണക്കയിറച്ചിയും വേവിച്ചു, കുക്കറിൽ വെച്ച് കൂർക്കയും വേവിച്ചു. ഇനിയിപ്പം നമ്മൾ ഇതെല്ലാം കൂടെ വഴറ്റാൻ പോവാ അല്ലേ? വഴറ്റാനുള്ള ഐറ്റങ്ങളാണ് ഇതൊക്കെ. സവോള, കുഞ്ഞുള്ളി, തേങ്ങാക്കൊത്ത്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അത്രയും സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മളിതെല്ലാം തയ്യാർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതല്ലേ അല്ലേ? അപ്പോൾ അത് ഇത്രയും ദിവസം നമ്മൾ ഉപയോഗിക്കാതെ വെച്ചേക്കുമായിരുന്നു. നമുക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഗിഫ്റ്റുകൾ തന്നു. അതെല്ലാം നമ്മൾ ഭദ്രമായിട്ട് സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെയാണ് നമ്മൾ ഓരോന്നോരോന്ന് എടുക്കുന്നത്. അപ്പോൾ അവരെയൊന്നും മറന്നിട്ടൊന്നുമില്ല. ഇത് തന്ന ആൾക്കാരുടെ മുഖം നമുക്കറിയത്തില്ല എങ്കിലും അവർ തന്നെ ആ വിലയേറിയ ഗിഫ്റ്റുകളെല്ലാം നമ്മളിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇതുപോലെ ഇപ്പം നമ്മൾ എല്ലാം ഒന്ന് ഓർഡറായി വരുന്നേ ഉള്ളൂ. വീടിൻ്റെ പണികൾ 2ാം ഘട്ടം വന്നപ്പോഴത്തേക്ക് എല്ലാം എടുത്ത് ഒതുക്കി വെച്ചു. പിന്നെ കൂടുതൽ ഈ പാത്രമൊക്കെ ഞാൻ എടുക്കാതിരുന്ന എന്നാന്നറിയാവോ, പൊന്നുവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഉള്ള കാലങ്ങളിലൊക്കെ ഇത് നല്ല പാത്രങ്ങളൊക്കെ എടുക്കാം എന്നൊക്കെ ഓർത്താണ് ഇരുന്നത്. പിന്നെ എല്ലായിടത്തും മണ്ടയിലായിട്ട് മോന് കയറ്റി വെച്ചേക്കുമായിരുന്നു. 2ാമത് നമ്മൾ റൂം ഓടിച്ചപ്പോ ഒതുക്കി പറക്കിയൊക്കെ വെച്ചേക്കുമായിരുന്നു. ഈയിടെ ഞാൻ എല്ലാം എടുത്ത് കഴുകി പറക്കി വെയിലത്ത് വെച്ചു. വെയിലത്ത് വെച്ചിട്ട് എല്ലാം കബോർഡിനകത്താക്കി ഓരോന്നോരോന്നെടുത്ത് അപ്പോൾ ഇനി നമ്മുടെ പുതിയ പുതിയ പാത്രങ്ങളും നിങ്ങൾ തന്ന വിലയേറിയ എല്ലാ സമ്മാനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെടുത്ത് ഉപയോഗിച്ച് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓവൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതെ, പഠിച്ചു. അതിനകത്ത് ഗ്രില്ല് ചെയ്യാൻ പഠിച്ചോ നമ്മളമ്മ? വശമായിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു കുക്കിംഗ് വീഡിയോ അടുത്ത ദിവസം തന്നെ ചെയ്യുക അല്ലേ? പൊന്നു വന്നപ്പോൾ എല്ലാം കാണിച്ചൊക്കെ തന്നിട്ട് പോയി. ഞാൻ പകുതി മറന്നു പോകും. പിന്നെ എനിക്ക് പഴയ അടുപ്പും ഇതൊക്കെയാണ് എനിക്ക് വിറകൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പം വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ടല്ലേ? ആ, അതിലേക്ക് നമ്മൾ 5-6 കടുകൊക്കെ ഇട്ട് കൊടുത്തു. ഈ പാത്രത്തിൽ എണ്ണ ഒഴിച്ചാൽ അറിയാൻ പറ്റുന്നില്ല കേട്ടോ. എണ്ണ ഉണ്ടെന്ന് അറിയാൻ പറ്റിയല്ലേ? ഇതിന്റെ കളർ അങ്ങനത്തെ ഒരു പാത്രം അല്ലേ? അതിനൊരു പുള്ളിയും കുത്തും ഒക്കെ ഉണ്ട് പാത്രത്തിനെ അല്ലേ? അപ്പോൾ കടുകൊക്കെ പൊട്ടി. അപ്പോൾ ഇനി ഓരോ ഐറ്റങ്ങൾ അങ്ങോട്ട്. ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ. തേങ്ങയ്ക്ക് ഇച്ചിരി മൂപ്പ് കൂടുതലേ. ബാക്കി നമ്മൾ ഇഞ്ചി ഒഴിച്ചു ബാക്കി എല്ലാ സാധനവും നമ്മൾ ഇട്ട് കൊടുക്കുക. ബാക്കി സാധനങ്ങളെല്ലാം ഇഞ്ചി ലാസ്റ്റേക്കുള്ളൂ. ഇഞ്ചി ഒരു പകുതി വഴണ്ട് കഴിയുമ്പോഴേ ഇട്ട് കൊടുക്കുക. അതിൽ പെട്ടെന്ന് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇതിനാവശ്യമായ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കൂർക്ക വേവിച്ചപ്പോഴും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വഴറ്റുന്നതിന് മാത്രം ഒരു ശകലം ഇട്ട് കൊടുക്കുക. അതിന് ചേർക്കാനുള്ള ആവശ്യത്തിനായ ഉപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി അത് വഴണ്ട് വരട്ടെ. പൊന്നും മേടിച്ചെന്നാ ഈ കെട്ടി കേട്ടോ. നമ്മൾ കട്ടപ്പനയില് ഫോൺ എടുക്കാൻ പോയപ്പോഴാണ് മൈജിയില്. അവിടുന്ന് നമുക്ക് അവളിത് കണ്ടപ്പോൾ നല്ലതാണ്, നല്ല രസമില്ലേ കാണാനായിട്ട്. ഉപ്പൊക്കെ ഇട്ട് വെക്കും, മേശപ്പുറത്ത് വെക്കാനായിട്ട്, ടേബിളിൽ വെക്കാൻ നല്ല അടിപൊളിയാണ്. അത് മേടിച്ചെന്നതാണ്. അങ്ങനെ നമുക്ക് ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം. കുക്കാകാൻ വേണ്ടി ചെറുതായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. സ്വല്പം വേണം തീ കുറച്ചിടാം. ചെറിയ തീ മതി അല്ലേ? ചെറിയ തീ മതി. ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. അതെ. ഇപ്പൊ മോന് വിളിച്ചായിരുന്നു കേട്ടോ.
ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇറങ്ങിയ സമയത്ത് വിളിച്ചതാണ്. ചില ദിവസം സമയം കിട്ടി അന്നേരം ഒന്ന് ഉച്ചയ്ക്ക് വിളിക്കും. അമ്മ ഇന്ന് എന്നാ കറി വെച്ചത്, നിങ്ങൾ ചോറുണ്ടോ, സേറമ്മക്ക് തീറ്റ കൊടുത്തോ, കൊച്ചു സ്കൂളിൽ പോയോ, ഇന്നെല്ലാം ചോദിച്ചു. ഒരു വിവരം പെട്ടെന്ന് ഉച്ചയ്ക്ക് അത് ചോദിക്കും. പിന്നെ വൈകിട്ടത്തിനുള്ള വിശേഷങ്ങളാണ് പിന്നെ വൈകിട്ട് ചോദിക്കുന്നത്. എന്നാണെങ്കിലും അവിടെ പോയ പിന്നെ അവന് വീട്ടിലെ വിചാരം മാറിയിട്ടില്ല ഇതുവരെ കേട്ടോ. കാര്യം പറഞ്ഞാൽ 2-3 മാസമായി. പക്ഷെ ആളിന് ഇപ്പോഴും വീട് വിട്ടു പോയതിന്റെ ഒരു സങ്കടം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ, രണ്ടാമത് അവന് പിന്നെ ഫസ്റ്റിലെ വിളിക്കുന്നത് ചോദിക്കുന്നത് ഇന്നെന്നാ അമ്മയ്ക്ക് അറിയുന്നത് എന്നാ വെച്ചാൽ അവിടെ ചെന്നിട്ട് ഈ തൈര് സാധവും മറ്റേ സാമ്പാറും പരിപ്പും പയറും ഒക്കെ കഴിച്ച് ആ അപ്പം ഇന്നലെ വിളിച്ചപ്പോൾ ഇന്നലെ ഒരു വീഡിയോ കോളിൽ രണ്ടുപേരോട് ഒരുമിച്ചാണ് വിളിച്ചത്, മോനും കൂടെ. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പം ഞങ്ങൾ നല്ല കപ്പയും അയലക്കറിയും കൂടെ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ കൊതി വന്നു പിള്ളേർക്ക്. അതെ, അപ്പം വീട്ടിൽ ഉള്ളപ്പം മക്കൾക്ക് നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും അവർക്ക് വേണ്ട, അവരൊരു കുറ്റം പറയും. അതേസമയം ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കെല്ലാം അവർ വില കൽപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഹോസ്റ്റലിലെയും വീട്ടിലെയും താമസത്തിൻ്റെ വ്യത്യാസം. വീട്ടിൽ താമസിക്കുമ്പോൾ എല്ലാം ഇട്ട് നമ്മൾ എന്നാ ഉണ്ടാക്കി കൊടുത്താലും അവരെന്തേലും ഒരു കുറ്റം പറയും. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഓർത്തിരിക്കുക, അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ അപ്പനും അമ്മയും ഉണ്ടാക്കി തരുന്ന സാധനങ്ങളെല്ലാം കൊതിയോടെ വയർ നിറച്ച് നല്ലപോലെ തിന്നുക, അധികം കുറ്റം പറയാതിരിക്കുക. ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ അല്ലെ പണി എട്ടിൻ്റെ കിട്ടും അല്ലേ. നമ്മുടെ സാധനമൊക്കെ നല്ല ഇതായി കുക്കായിട്ടുണ്ട്. പാത്രം കൊള്ളാം അല്ലേ, അടി പിടിക്കൊന്നുമില്ല. നല്ല പാത്രം. നമ്മൾ എടുത്തു വെച്ച മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി ഇതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. 4 വിസിൽ കൊടുത്തു, എന്നാലേ വേവുള്ളൂ. 4 വിസിൽ കൊടുത്ത ഇടിയിറച്ചി ഇതാ ഈ കണ്ടീഷനിൽ ഇരിപ്പുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ബീഫ് വേവിക്കുന്ന ഒരു കണ്ടീഷനിൽ തന്നെ ആയിരിക്കുന്നത് കേട്ടോ അല്ലേ. അപ്പോൾ അത് അതിനകത്തോട്ട് ഇടാൻ പോവാണ്. 2 വിസിൽ മതിയെന്ന് ഞാൻ ഓർത്തേ. 2 വിസിലിന് മതിയായതിനകത്തോട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോൾ വെന്തട്ടില്ല. അതുകൊണ്ട് 2 വിസിലും കൂടെ കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ 4 വിസിൽ കൊടുത്തു. 4 വിസിൽ വേണം ഉണക്കിറച്ചിയല്ലേ. നമ്മുടെ ഗ്രേവി ശരിയായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ബീഫ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ കൂർക്കയും കൂടെ ഇട്ട് കൊടുത്തു. മൊത്തം ഇനി ആ ഗ്രേവി എല്ലാം ഒന്ന് ഇളക്കി കൂട്ടി ചേർക്കണം അല്ലേ. അപ്പം ഇതിന് നമ്മൾ എന്നാ പറയുന്നത്, ഇടിയിറച്ചി പെരളൻ എന്ന് പറയാം അല്ലേ. ഇത് കിഴങ്ങിട്ട് വെക്കുന്നവരുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങിട്ട് ചിലർ വെക്കും. ചിലർ ഉരുളക്കിഴങ്ങും ഉണക്കിറച്ചിയും കൂടെ വെക്കുന്നത് ഞാൻ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട്. പാലക്കാട് സൈഡിൽ പോയപ്പോഴാണ് ഞാൻ ഇതൊക്കെ കൂടുതലായിട്ട് കണ്ടത് കേട്ടോ. ഇടിയിറച്ചി കൊണ്ടേ ഉണക്കയിറച്ചി കൊണ്ട് വിവിധ സാധനങ്ങൾ അവർ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ട് കൂടുതൽ പഠിച്ചത്. നമ്മുടെ ഇവിടെ ഉണ്ടാക്കുമായിരുന്നു. നമ്മളിവിടെ വർഷങ്ങളായിട്ട് അത് നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ ചുട്ട് ഇടിച്ചെടുക്കുവോ അല്ലെ വറുത്ത് ഇടിച്ചെടുക്കുവോ. കറി ഐറ്റം കൂടുതൽ ഞാൻ കഴിക്കുന്നത് അവിടെ ചെന്ന പിന്നെയാണ്. അതെ, റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റത്തെ മിനുക്കുപണികളാണ്. അടപ്പൊക്കെ തുറന്നപ്പോഴത്തേക്കും നമുക്കിന് ഒരു ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കൂർക്കയും തക്കാളിയും അതെല്ലാം കൂടെ അതിൻ്റെ ഗ്രേവി എല്ലാം കൂടെ കൂടി ഒന്ന് കുഴഞ്ഞ് മറിഞ്ഞ് ഒരു പരുവമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മിനുക്കുപണി എന്ന് പറഞ്ഞാൽ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ബെതറി കൊടുക്കുക. അടിപൊളി. അപ്പോൾ ലാസ്റ്റാണ് കുരുമുളക് പൊടി ഇടുന്നത് അല്ലേ. ഇവനെ ഒന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി ഒന്ന് എടുക്കുക. അപ്പോൾ ഇനി നമുക്കധികം താമസിപ്പിക്കേണ്ട. സമയം ഏതാണ്ട് ഞങ്ങൾ ഒരു 12:30 ആയപ്പോൾ തുടങ്ങിയ സംഭവമാണ്. ഇപ്പോൾ ഏതാണ്ട് 2 മണിയോടെ എടുക്കാൻ പോകുന്നു. നമ്മൾ വീട്ടിലായതുകൊണ്ട് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റേതായ താമസങ്ങളുണ്ടാവും. എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. ഇത്ര ഒരു വെള്ളം പറ്റിയെടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഉണക്കയിറച്ചി വരട്ടിയത് കൂർക്കയിട്ട് അല്ലേ.
ചോറൊക്കെ എടുത്ത് ഒരു പിടി പിടിക്കാം. ഒരു പിടി അങ്ങ് പൊടിക്കാം. ഇറച്ചിയൊക്കെ അങ്ങ് വീർത്തു കേട്ടോ. ബീഫൊക്കെ അങ്ങോട്ട് ചെറിയ കുഞ്ഞ് പീസ് ഇട്ടതാണ്. അതൊക്കെ ഇപ്പം നമ്മൾ ആ ബീഫ് സാധാ കറി വെക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ്റെ കഷ്ണം മാറി, ഉണക്ക കഷ്ണം. അപ്പം നമുക്ക് ഇതൊരു ശകലം എടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല ചൂട് ചോറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം മോള് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ടേസ്റ്റൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കൊച്ചിനോട് പറയാം. മെഴുക്കോർട്ടി ഇരിപ്പുണ്ട്, കിഴങ്ങും ക്യാരറ്റും കൂടെ കറി വെച്ച മെഴുക്കോർട്ടി. പിന്നെ നമ്മുടെ ഉണക്ക ഇറച്ചി അല്ലേ? അതെ അതെ. അപ്പോൾ അത് ഞാനൊരു ശകലം നോക്കാവേ. പിന്നെ ഒഴിക്കാനായിട്ട് മോരുണ്ടല്ലേ? മോരുണ്ട്. വീഡിയോ ഒക്കെ എടുത്തിട്ട് മതി. അപ്പം ഞാൻ നോക്കട്ടെ ഇതെങ്ങനെ ഉണ്ടെന്നേ സംഭവം. കിഴങ്ങ് അടിപൊളി സംഭവം, നല്ല ടേസ്റ്റാ അല്ലേ? പക്ഷെ ഞാൻ ഇതുവരെ ഇത് കൂർക്ക ഇട്ടത് കഴിച്ചിട്ടുണ്ട്, കിഴങ്ങ് വെച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ മോളമ്മ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഞാനിപ്പം കഴിച്ച് നോക്കി, അടിപൊളിയാണ്. എന്നാലും ഞാനും കൂടെ കഴിക്കട്ടെ കേട്ടോ. എനിക്കും ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കഴിക്കട്ടെ. പയ്യെ വന്നാൽ മതിയോ? തിരക്ക് വേണ്ടല്ലേ? മോരും കൂടെ എടുത്തു തരാം. എന്നാൽ ഞാനും കൊള്ളാം. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണക്കയിറച്ചി കഴിച്ചിട്ടില്ലാത്തവർ ബീഫൊക്കെ കഴിക്കുന്നവർക്ക് ഉണ്ടാക്കി നോക്കാനൊരു സാധനമാണ്. ഇത് കഴിച്ചിട്ടില്ലാത്ത ആൾക്കാർ, ബീഫൊന്നും കഴിക്കില്ലാത്ത ആൾക്കാരാണ്. അവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം കഴിക്കുന്നവരെ ഇങ്ങനെയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉണക്കയിറച്ചി നമ്മുടെ ഈ സ്റ്റോക്കൊക്കെ ഉണ്ട്. അത്യാവശ്യമുള്ളവർ വിളിക്കുക. ഉണക്കയിറച്ചി എന്നുള്ളതല്ല, എല്ലാ ഐറ്റങ്ങളും നമ്മൾ പറയുന്നുണ്ട് എല്ലാ വീഡിയോയ്ക്കും. എല്ലാ സാധനങ്ങളും ഉണ്ട്, കുരുമുളക്, ഏലക്കായും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ തരാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ, എൻ്റെ മോളമ്മയുടെയും കൂടെ ഒരു 2 മണിക്കൂർ നേരത്തെ കഠിന പ്രയത്നം എന്ന് തന്നെ പറയാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക.